സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത തലസ്ഥാനത്ത് നിന്നുള്ള പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരിക്കുന്നു. നാളെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നേരത്തെ പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് രാജ്ഭവനിലേക്കായിരിക്കും പ്രധാനമന്ത്രി പോകുക എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു. ഗവർണർക്കൊപ്പമായിരിക്കും അദ്ദേഹത്തിന്റെ രാത്രി ഭക്ഷണം. നാളെ രാവിലെ പാങ്ങോട് സൈനിക സ്റ്റേഷനിൽ നിന്നുള്ള ഹെലികോപ്റ്ററിലാകും പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് തിരിക്കുക. കർശന സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 2 ദിവസം ആ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അജ്ഞാത ഭീഷണികൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കെടുത്ത് ഒട്ടും വീഴ്ചയില്ലാത്ത തരത്തിലുള്ള ഒരു സുരക്ഷയിലേക്ക് കടക്കുകയാണ് എന്നുകൂടിയാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് ഉച്ച തൊട്ട് നാളെ ഉച്ചവരെ ഗതാഗത നിയന്ത്രണം പല ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പിക്കാൻ സൈനിക വാഹന വ്യൂഹം ട്രയൽ റൺ നടത്തുകയും ചെയ്തു. വി അരുൺ വിവരങ്ങളുമായി എത്തുന്നു. അരുൺ, എപ്പോഴാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്? നേരെ എങ്ങോട്ടേക്കാണ് അദ്ദേഹം കടക്കുന്നത്? രാജ്ഭവനിൽ ഗവർണർക്കൊപ്പമായിരിക്കും അദ്ദേഹം വൈകിട്ട് ഭക്ഷണം എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണോ? ഏത് തരത്തിലാണ് കാര്യപരിപാടികൾ നാളെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്നതിന് മുൻപ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് ഇപ്പോൾ രാജ്ഭവനിലാണ് അദ്ദേഹം ഇന്ന് രാത്രി കഴിയുക. അവിടേക്കുള്ള യാത്രയിലാണ്. വലിയ സ്വീകരണമാണ് പല സ്ഥലങ്ങളിലും BJP പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നഗരത്തിൽ ഉടനീളം മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ യാഥാർത്ഥ്യമാവുന്നതിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഉയർന്നു കഴിഞ്ഞു. എല്ലായിടത്തും ആ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് പ്രവർത്തനം നൽകുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് വെള്ളയമ്പലം ജംഗ്ഷനിലാണ്. ഇവിടെയും വലിയ തരത്തിലുള്ള നൂറുകണക്കിന് BJP പ്രവർത്തകർ ഇവിടെ നേരത്തെ തന്നെ വന്ന് മോദിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നന്ദി പറയാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായെന്നത് കൂടി ഈ സമയം നമ്മൾ പറഞ്ഞു പോകേണ്ടതിന് കാരണം, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ വെളിച്ചം നമ്മുടെ ക്യാമറയിലെ ലൈറ്റിന്റെ ആ ലൈറ്റിൽ നിന്നുള്ള പ്രകാശമാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തൊരു അവസ്ഥയുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ ലൈറ്റുകൾ കൂടി ഓഫായൊരു പക്ഷേ വലിയ ഇരുട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എന്ന് സ്വാഭാവികമായി പറയേണ്ടി വരും. കാരണം പ്രധാനമന്ത്രി കടന്നുപോകുന്ന വഴിയാണ്. പ്രധാനമന്ത്രി രാത്രി പാർക്കുന്ന രാജ്ഭവനിൽ നിന്ന് ഏതാനും 100-200 മീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു പ്രദേശമാകെ ഇരുട്ടിലാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ ഇവിടെ ഉയർത്തിയിരുന്നു. BJPയുടെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. BJP നേതാക്കളടക്കമുള്ളവരുടെ ഉണ്ട്. എന്താണ് ഈ വെളിച്ചമില്ലാത്ത അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോട് എത്താൻ പറഞ്ഞതാണ്. കാരണം വൈകുന്നേരം 5 മണിക്ക് മുമ്പേ തന്നെ ആളുകൾ നിൽക്കുകയാണ്. കാരണം സുരക്ഷാ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ടാണ് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സന്ധ്യാസമയമായപ്പോൾ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്ന് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ഒരാൾ പോലും ഇത് എന്താണെന്ന് പരിഹരിക്കാനോ അല്ലെങ്കിൽ വന്നു നോക്കാനോ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ബാരിക്കേഡുകളില്ല. ഇവിടെ ആളുകൾ മുഴുവൻ നിൽക്കുന്നത് ബാരിക്കേഡ് ഇല്ലാത്ത സ്ഥലത്താണ്. ഒരു കയറ് കെട്ടിയിട്ടാണ് ഇത് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? പ്രധാനമന്ത്രിയുടെ വരവിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ഒന്നാമത്തെ കാര്യം, ഇതിവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ പ്രധാനമന്ത്രി കാണാൻ പാടില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പാടില്ല. രണ്ടാമത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇവിടുത്തെ പോലീസുകാർക്ക് ഇപ്പോഴാണോ ഇവിടെ ബാരിക്കേഡ് കെട്ടണമെന്നുള്ള ഓർമ്മ വന്നത്? അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്, ഇവിടെ ബാരിക്കേഡ് ഉണ്ടാക്കണം. ഒരു തരത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ വന്നിട്ട് വലിയ ഒച്ചയിൽ സംസാരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അതുതന്നെയാണ് BJPയുടെ ആരോപണം. ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് BJP ആരോപിക്കുന്ന ആരോപണത്തിന് അപ്പുറത്തേക്ക് അതിൽ വസ്തുതയുമുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രദേശത്ത് കാര്യമായ വെളിച്ചമില്ലാത്തൊരവസ്ഥയുണ്ട്. ഏതാനും മീറ്ററുകളോളം സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്ത സാഹചര്യമുണ്ട്. വെള്ളയമ്പലം ജംഗ്ഷന് തൊട്ട് മുമ്പും ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിന് രാജ്ഭവനും മുൻവശവും ഒക്കെ അത്യാവശ്യം വെളിച്ചമുണ്ടെങ്കിലും ഏതാനും ഒരു 100 മീറ്ററോളം ദൂരത്ത് വെളിച്ചമില്ലാത്ത അവസ്ഥ. സ്ട്രീറ്റ് ലൈറ്റുകളോ അല്ലെങ്കിൽ പകരം സംവിധാനങ്ങളോ പോലീസ് ഒരുക്കാത്ത അല്ലെങ്കിൽ അധികാരികൾ ഒരുക്കാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ DCP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. കടുത്ത പ്രതിഷേധം BJP പ്രവർത്തകർ ഭാഗത്തുണ്ടായിരുന്നു. BJP പ്രവർത്തകർ
ഈ റോഡിലേക്ക് ഇറങ്ങി നിന്ന് പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ എത്തുമെന്ന് കണ്ട് അങ്ങനെ അവരെ അവിടെ നിന്ന് മാറ്റി റോപ്പ് കൊണ്ട് കയർ കൊണ്ട് അവരെ പുറകിലേക്ക് മാറ്റിയിരുന്നു പോലീസ്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുണ്ടാവുന്നത്. പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് കൂടി പറയേണ്ടി വരും. വലിയ ആവേശത്തോടു കൂടി നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് നന്ദി പറയാൻ. നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആര് എന്നതിനെ ചൊല്ലി വലിയ തർക്കമുണ്ട്. മൂന്ന് മുന്നണികളും ഇടത് വലത് മുന്നണികളും ഇന്ത്യയും അതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഇന്ന് ബി.ജെ.പി സംസ്ഥാന ഘടകം രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞുകൊണ്ടുള്ള പരസ്യം നൽകിയിരുന്നു. UDF അവരുടെ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് തുറമുഖമെന്ന് അവകാശപ്പെടുന്നു. എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് പിണറായി സർക്കാരാണ്, ഇടതു സർക്കാരാണെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വലിയ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം സംസ്ഥാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞമെങ്കിലും അതിലും ഈ രാഷ്ട്രീയ തർക്കങ്ങൾ ആ ഉദ്ഘാടനത്തിന് കമ്മീഷനിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഈ രാഷ്ട്രീയ തർക്കമുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് ഇന്ന് വന്ന് ഇറങ്ങിയത്. അപ്പോഴും ഇത്തരം സുരക്ഷാ വീഴ്ച അടക്കമുള്ള ആരോപണങ്ങൾ ബി.ജെ.പി ഉന്നയിക്കുന്നു. ഈ അദ്ദേഹം എത്തുന്നതിന്റെ ഈ ഉദ്ഘാടനത്തിന്റെ ശോഭ കെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമെന്ന ആരോപണമാണ് ബി.ജെ.പിയുടെ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇതിൽ അന്വേഷണമുണ്ടാകുമെന്നും ഉറപ്പാണ്. ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കടന്നുപോകുന്ന വഴിയിലെ ഏറ്റവും നിർണായകമായ ഒരു സ്പോട്ടിൽ, അതും രാജ്ഭവന് മീറ്ററുകൾ മാത്രം അകലെ ഇത്തരത്തിൽ വെളിച്ചമില്ലാതെ ഒരു സ്ഥിതി ഉണ്ടായത് പ്രധാനമന്ത്രി കടന്നുപോകുമ്പോൾ എന്ന കാര്യത്തിലാണ് അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം ഇത് സുരക്ഷാ ഏജൻസികൾ ആ രീതിയിൽ തന്നെ കാണുമെന്ന് തന്നെയാണ് നമുക്ക് ഇന്റലിജൻസ് ഏജൻസികൾ അടക്കം ആ രീതിയിൽ വിഷയം ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസിന്റെ വലിയൊരു സന്നാഹം ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ മറ്റെല്ലാ സംവിധാനങ്ങളും നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയോളെങ്കിലുമായി നഗരത്തിൽ കർശന സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുന്നത്. പക്ഷേ അതിനിടയിലാണ്ട് കല്ലുകടിയായി ഇത്തരമൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിലേക്ക് ഇവിടെ എത്തും. രാജ്ഭവനിലാകും അദ്ദേഹം ഇന്ന് താമസിക്കുക. നാളെയാണ് വിഴിഞ്ഞം കേരളം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തർക്കങ്ങളും ഒരുപക്ഷെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ള ബി.ജെ.പിയുടെ ആരോപണം എല്ലാം നിൽക്കുമ്പോഴും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് വിഴിഞ്ഞത്തിനും ഒപ്പം തന്നെ കശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ടോ? എങ്ങനെയാണ് നാളത്തെ അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ? തീർച്ചയായിട്ടും രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദശാസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യം തന്നെ പറയേണ്ടി വരും. കാരണം പഹൽഗാം ആക്രമണത്തിന് ശേഷം, ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം എപ്പോൾ വേണമെങ്കിലും തിരിച്ചു നൽകാം എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. സൈനികർ ആ രീതിയിൽ സൈനികർ മുഴുവൻ ആ രീതിയിലൊരു തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാളെ അദ്ദേഹം രാവിലെ 9:45 രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിക്കും. അദ്ദേഹം ഹെലിപാഡിൽ, അതായത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞം സീപോർട്ടിലേക്ക്, അവിടുത്തെ ഹെലിപാഡിലേക്ക് എത്തുക. അവിടെ 10:20 അദ്ദേഹം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഹെലിപാഡിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഈ തുറമുഖം സന്ദർശിക്കും. തുറമുഖത്തിന്റെ ബർത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും. അവിടുത്തെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തും. അതിനുശേഷമാണ് അദ്ദേഹം ഉദ്ഘാടനത്തിലേക്ക് പോകുക. 10:00 ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന 1.5 മണിക്കൂറുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് അദ്ദേഹം ഈ വിഴിഞ്ഞത്ത് പങ്കെടുക്കുക. 12 മണിയോടുകൂടി അദ്ദേഹം തിരികെ ഹെലികോപ്റ്ററിൽ തന്നെ എയർപോർട്ടിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം വിജയവാഡയിലേക്ക് മടങ്ങുകയും ചെയ്യും. 12:40 അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് വിജയവാഡയിലേക്ക് പോകുന്നത്. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് നാളെ രാവിലെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് അല്പസമയത്തിനകം അദ്ദേഹം ഈ വെള്ളയമ്പലം ഭാഗത്തേക്ക് എത്തും എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. നാളെ രാവിലെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് അദ്ദേഹം എത്തുക. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കൂടിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നാളെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും എന്താണ്, ഏത് തരത്തിലാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുക, രാജ്യം ഉറ്റുനോക്കുന്ന ദേശീയ വിഷയങ്ങളിൽ കശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യം സ്വീകരിക്കുന്ന ഇടപെടലുകൾ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കുമോ എന്നും ഉറ്റുനോക്കുന്ന സാഹചര്യമാണ്. വി അരുൺ വിവരങ്ങൾ നൽകിയത്.
व्यक्ति को चुन चुन कर जवाब भी मिलेगा। हमारे पास समय सीमित है, लक्ष्य बड़े हैं। ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ 26 ജീവനുകൾ പൊലിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതൊന്നും മറക്കാറുമായിട്ടില്ല ഇന്ത്യക്ക്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും പക്ഷേ ഇന്ത്യ കടുപ്പിച്ചാൽ ചോരപ്പുഴയൊഴുകുമെന്നും ആദ്യം വീമ്പടിച്ച പാകിസ്ഥാൻ നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ കഷ്ടപ്പെടുന്ന പാക് പൗരന്മാരെ ഓർത്തല്ല, യുദ്ധം വന്നാൽ ജീവിതം താറുമാറാകുന്ന ആ നാട്ടിലെ സാധാരണക്കാരെ ഓർത്തല്ല, തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഏത് നിമിഷവും ഇന്ത്യയുടെ ആക്രമണം പ്രതീക്ഷിക്കുന്നതിനാൽ ഭീകരൻ ഹാഫിസ് സയ്യിദിനെ അടക്കം ഏത് മാളത്തിൽ ഒളിപ്പിക്കണമെന്ന ആശങ്കയാണ് അയൽ രാജ്യത്തിനുള്ളത്. അവരുടെ സുരക്ഷയാണ് പാക് കമാൻഡോകളുടെ ചുമതലയിലുള്ളത്. സ്വന്തം ജനതയെ ഇന്ത്യക്കെതിരെ സമരമുദ്രാവാക്യം വിളിപ്പിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇരവാദം വിളമ്പുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ താക്കോൽ തന്നെ ISIക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണവുമില്ല. അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് പറയാൻ ധൈര്യമുള്ള ഇന്ത്യയെ പേടിച്ച് എവിടെയെല്ലാം ഒളിപ്പിക്കും, എത്ര കാലം ഒളിപ്പിക്കും പാക് അവരുടെ സ്വന്തം ഭീകരരെ? ഈ ഭീരുക്കളോട് ഇന്ത്യൻ സൈന്യം എന്തിന് കാണിക്കണം ദയ? പ്രൈം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്ക് പാനലിസ്റ്റുകളിലേക്ക് കടക്കാം. നയതന്ത്രവിദൻ ഡോക്ടർ PJ വിൻസെന്റ്, രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ നിർമ്മൽ എബ്രഹാം എന്നിവരും ചേരുന്നു. ആദ്യം മേജർ ജനറൽ ശ്രീ ഇന്ദ്രബാലൻ നമ്പ്യാർ, പാകിസ്ഥാൻ കൃത്യമായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നാടകങ്ങൾ കളിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലുകൾ കൂടി താങ്കൾക്കുണ്ടോ? ഒളിപ്പിക്കുന്നത് ഭീകരരെയാണ്, സാധാരണക്കാരെ അല്ലെങ്കിൽ അവരുടെ പൗരന്മാരെ ഓർത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയല്ല. യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഒരു വശത്തും നടത്തുന്നത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്ന് ഭീകരരെ മാറ്റി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് യുദ്ധമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് ലോക സമൂഹത്തിന് മുന്നിൽ അത്തരത്തിലുള്ള ഒരു ചിത്രമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും യുദ്ധസന്നാഹത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യ. അത് തന്നെയാണ് ഇന്ത്യയുടെ തിരിച്ചടി, അത് തന്നെയാണ് ഈ ബോർഡറിലെല്ലാം നടക്കുന്ന വിന്യാസങ്ങൾ. അങ്ങനെയാണോ കണക്ക് കൂട്ടുന്നത് താങ്കളും? പാകിസ്ഥാന്റെ ഇങ്ങനത്തെ നിലവിളി 1971 നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്തും യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പാകിസ്ഥാൻ അങ്ങനത്തെ കുറെ അനൗൺസ്മെന്റ് ചെയ്തു, ഇന്ത്യ യുദ്ധം ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട്. അതേ സിമിലർ അനൗൺസ്മെന്റ് ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തെ ട്രെൻഡും ഇപ്പോഴത്തെ ട്രെൻഡും ഒരുപാട് കോമൺ ആയിട്ടുണ്ട്. ആ സമയത്ത് യായ ഖാൻ 1971 വാറിൽ, അതിന് മുമ്പേ ഒരു ജനറല്, പിന്നെ മുഷറഫ്, ഇവരെല്ലാവരും പാകിസ്ഥാൻ അപ്പോഴേക്കാണ് ഡൗൺ ആവുന്നത് അവർ ഇങ്ങനത്തെ ഒരു കളി കളിച്ചിട്ടുണ്ട്. They have also gone to dictatorship. Ziaul Haq has ruled Pakistan for more than 10-15 years. അപ്പോ അത് കഴിഞ്ഞിട്ട് മുഷറഫ്. സോ ഇങ്ങനത്തെ അവർ ചെയ്യുന്നത്, ആസ് ഐ കൻ പ്രെഡിക്ട്, പാകിസ്ഥാൻ ഈസ് ലൈക്ലി ടു സ്ലിപ്പ് ഇൻ ടു എ ഡിക്ടേറ്റോറിയൽ മോഡ്. ഒരു മാർഷൽ ലോ വരാൻ പോകുന്ന കാരണം പാകിസ്ഥാൻ ആർമി ചീഫും പാകിസ്ഥാൻ ആർമിയുടെ they are at the lowest ebb of popularity or support or respect from Pakistan. അത് മാത്രമല്ല, പാകിസ്ഥാൻ is also suffering because of lack of international support and isolation by all nations except China. അപ്പോൾ ഈ സമയത്ത് അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ല, എക്കണോമി വീക്കാണ്, ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് ഇല്ല, ഇന്റർനാഷണൽ സപ്പോർട്ട് ഇല്ല, ആൻഡ് പാകിസ്ഥാൻ ആർമി സഫറിംഗ്. സോ ദർ ഓൺലി വേ ഔട്ട് ഇന്ത്യയുടെ മേലെ ഒരു ഇങ്ങനത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ഇന്ത്യ ഇന്റർണലി, ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, പിന്നെ അനൗൺസ് ദാറ്റ് ഇന്ത്യ is going to attack us. അതിന്റെ taking a stooge of that, പോയിട്ട് go and occupy the seat and once again become dictator. ഇതാണ് അവരുടെ പ്രസന്റ് സ്കീം എനിക്ക് തോന്നുന്നത്.
ഒരു ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്ക്, അതാണോ കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം പറഞ്ഞതിന്റെ സമ്മറി എന്ന് പോലും ചോദിക്കേണ്ടതായി വരുന്നു. അതായത് ഈ പാകിസ്ഥാനി പുറത്ത് പറയുന്ന ഒരാശങ്കയുണ്ട്, ഇന്ത്യയുടെ പേര് മോശമാക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ. ഇന്ത്യ കൃത്യമായി എയിം ചെയ്യുന്നത് അങ്ങനെ ചില തീവ്രവാദ കേന്ദ്രങ്ങളായിരിക്കാം, അതിൽ കൂടുതൽ സുരക്ഷ കൊടുക്കുക. അതിനു വേണ്ടി കൂടിയാണ് ISAയുടെ മേധാവിയെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി കൊണ്ടുവന്നത്. അങ്ങനെ കൂടി കണക്ക് കൂട്ടുന്നുണ്ടോ താങ്കൾ? നമുക്ക് ഇന്ത്യക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം മിലിറ്ററി ഓപ്ഷൻ, പോയിട്ട് പാകിസ്ഥാനെ ഒരു വാറിൽ കൊണ്ടുപോയിട്ട് ബൈ സ്പ്ലിറ്റിംഗ് പാകിസ്ഥാൻ ഇൻ ടു ഡിഫറെന്റ് പാർട്സ്, ഡിസ്മെമ്പറിംഗ് പാകിസ്ഥാൻ ഒരു ഫൈനൽ ഓപ്ഷൻ. പക്ഷെ ആ ഓപ്ഷൻ ഇന്ത്യ കടക്കില്ലോ ഈ സമയത്ത് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ഡു, ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ഡു, ബിക്കോസ് ഓപ്പർച്യൂൺ മൊമെന്റ് ആണ്. വേൾഡ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് ആൻഡ് വി ആർ ഇൻ എ വെരി സ്ട്രോങ് പൊസിഷൻ, നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒക്കെ ആൾക്കാർ കാര്യം പറഞ്ഞിട്ട് വി കൻ ഡിസ്കസ് ദാറ്റ് ഓൾസോ. ബട്ട് കറന്റ്ലി ഈ അത് ചെയ്തില്ലെങ്കിലും ഇന്ത്യയുടെ ഓപ്ഷൻസ് കുറെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ടു ഡു സർജിക്കൽ സ്ട്രൈക്സ്, ഡു മിസൈൽ സ്ട്രൈക്സ്, ടു ഡു മാസീവ് സ്വാം ഡ്രോൺ അറ്റാക്സ്. അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസും അവരുടെ മിസൈൽ ഡംപ്സും അവരുടെ അമ്യൂണിഷൻ ഡംപ്സ്, ഫ്യൂൽ ഡംപ്സ്, അങ്ങനത്തെ സ്ട്രാറ്റജിക് ഇൻസ്റ്റലേഷൻസ് അവരെയൊക്കെ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് മീൻസ് ഹിറ്റ് ചെയ്യാനായിട്ടും ഇറ്റ്സ് റിക്വയർഡ് വി ക്യാൻ പ്ലാൻ ദാറ്റ്. അതിന് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ adequate intelligence agencies ഉണ്ട്, how they can take care of that. അതേപോലെ we can also hit at different leaderships. അതാണ് ഹഫീസ് സയ്യിദിന് അവർ ഇത്ര പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആർമി ചീഫ് തന്നെ we don't know where he is. Possibly he is in the country, possibly he is not in the country, possibly he is planning something. He is himself gone to hiding. So അവർക്ക് അറിയാം ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് എന്താണ് in the new India. ആ ചെറിയ സാങ്കേതിക വിഷയങ്ങൾ. പറഞ്ഞോളൂ, ചെറിയൊരു ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നാണ്. പറഞ്ഞോളൂ ശ്രീ ഇന്ദ്രപാൽ നമ്പ്യാർ, ഫീബിൾ ആയിരുന്നു. So അതാണ് that is the way we are going to go forward. ഇതില് കറന്റ്ലി ഇൻ ദി ലേറ്റസ്റ്റ് ഡെവലപ്മെന്റിൽ നമ്മൾ രണ്ട് കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യ ഹാസ് എയർ സ്പേസിനെ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എയർ സ്പേസ് കനോട്ട് ബി യൂസ് ബൈ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ചോദിച്ചാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെ എഫക്ട് ആകാൻ പോകുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യക്ക് അത്ര എഫക്ട് ആകാൻ പോകില്ല. ബിക്കോസ് ഫോർ us to reroute via the north or via the south of Pakistan is very easy. നമുക്ക് അത്ര ചെലവൊന്നും വരില്ല. And those routes are already available. പക്ഷെ പാകിസ്ഥാനില് ഒരുപാട് ട്രേഡ് ആൻഡ് എവറിത്തിങ് ട്രാഫിക് ഈസ് ഹാപ്പനിങ് ടുവേർഡ്സ് ദി ഈസ്റ്റേൺ സൈഡ്. അപ്പോ അവർക്ക് ചില ചെറിയ സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹത്തിന് പറയുന്നത് ക്ലിയർ. ഞാൻ തിരികെ എത്താം ഡോക്ടർ ഇന്ദ്രപാൽ നമ്പ്യാർ. അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഡോക്ടർ PJ വിൻസെന്റ്, പാകിസ്ഥാൻ സിവിലിയൻസിനെതിരെ ഇന്ത്യ ആക്രമണം പ്ലാൻ ചെയ്യുകയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. ആ തരത്തിൽ ഒരു ഇരവാദം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കളിക്കുന്നു. എന്നാൽ അതേസമയത്ത് ഭീകരരെ ഒളിപ്പിക്കാനും അവർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. പാക് കമാൻഡോകൾക്ക് തന്നെ അതിന്റെ ചുമതല കൊടുക്കുകയും ചെയ്യുന്നു. UN-നോട് ഇടപെടാൻ പറയുന്നു. രണ്ട് തരത്തിലുള്ള ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര ബന്ധങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ, ഇതെല്ലാം നോക്കിക്കൊണ്ട് ഏത് തരത്തിലേക്കുള്ള ഒരു നീക്കം ഇന്ത്യക്ക് കടക്കാൻ കഴിയും? കണ്ണടച്ചുള്ള ഒരു സൈനിക നടപടി ഇന്ത്യ പ്രിഫർ ചെയ്യുന്നുണ്ടാകുമോ? സൈനിക നടപടി ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനമാണ്, അതുണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇന്ത്യ പാക് ബന്ധങ്ങളിൽ സമഗ്രവും സമ്പൂർണവുമായ വിച്ഛേദനം സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സൈനികമായി പാകിസ്ഥാനിലെ ജനങ്ങളെയോ പാകിസ്ഥാന്റെ ടെറിട്ടറിയോ ഒരുപക്ഷെ ഇതുവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ബന്ധങ്ങളിൽ സമ്പൂർണമായ വിച്ഛേദനമുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങളെയാണ് നേരിട്ട് അഫക്ട് ചെയ്യുന്നത്, അവിടുത്തെ മിലിറ്ററി ലീഡർഷിപ്പിനെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ഒരുപക്ഷെ സൈനികമായി സിവിലിയൻസിനെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യില്ല. പക്ഷെ ഇന്ത്യ ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധം, അതില് കൈനറ്റിക് വാറും കൂടിയേ വരാനുള്ളൂ. നേരിട്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഒഴിച്ചാൽ ഇക്കണോമിക് ഫ്രണ്ടില്
ഡിപ്ലോമാറ്റിക് ഫ്രണ്ടില്, പൊളിറ്റിക്കൽ ഫ്രണ്ടില് ഒക്കെ സമ്പൂർണമായ യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാക് ബന്ധങ്ങളിൽ സമ്പൂർണമായ വിച്ഛേദനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരിട്ടുള്ള യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് മാത്രമാണ് ഇന്ത്യ പ്രവേശിക്കാനുള്ളത്. അതുണ്ടാകും ഒരു പരിമിതമായ യുദ്ധം, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇന്റർനാഷണൽ ബോർഡറുള്ള പഞ്ചാബ്, അതുപോലെ രാജസ്ഥാൻ, ഒരുപക്ഷെ ഗുജറാത്ത് മേഖലയിൽ യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലൈൻ ഓഫ് കൺട്രോളിലുടനീളം ഇന്ത്യൻ സൈന്യം, ഒരുപക്ഷെ കരസൈന്യത്തിന്റെ മുന്നോട്ടുള്ള നീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള പരിമിതമായ അത്തരത്തിലൊരു വളരെ ബലാക്കോട്ട് അറ്റാക്ക് പോലെയുള്ള ഒരു പരിമിതമായ അറ്റാക്കിനാണെങ്കിൽ ഇത്രയധികമുള്ള പ്രിപ്പയർഡ്നെസിന്റെ ആവശ്യമില്ല. ഇന്ത്യൻ സൈന്യം, വായുസേനയും നമ്മുടെ നാവികസേനയും ഒക്കെ സമ്പൂർണമായിട്ടുള്ള ഒരു ഒരു വാർ പ്രിപ്പറേഷനിലേക്ക് പോയി കഴിഞ്ഞു. രാഷ്ട്രവും അതിന് തയ്യാറായിരിക്കുന്നു. ഇനി യഥാർത്ഥത്തിലുള്ള പ്രശ്നം നമുക്ക് ഈ ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണല്ലോ ഇതിന്റെ മൂല കാരണം. അതിപ്പം ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടോ ഒന്നും അതിന് പരിഹാരമാവില്ല. അതിനാകെ രണ്ട് പരിഹാരമേ ഉള്ളൂ. തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ചൈനീസ് മോഡലാണ്. ചൈനക്കാർ പണ്ട് കെട്ടിയിട്ടുള്ള ചൈനീസ് മതിൽ നമുക്കറിയാം. ചൈനീസ് മതിൽ പോലെ ഇന്ത്യ പാക് ബോർഡറിൽ ഒരു മതിൽ കെട്ടണം. അതൊന്നും 21ാം നൂറ്റാണ്ടിൽ ആവശ്യവുമില്ല, അത് അസാധ്യവുമാണ്. അങ്ങനെ കെട്ടിയാൽ അത് രണ്ടാമത്തെ മഹാത്ഭുതമാവുകയും ചെയ്യും. പക്ഷേ ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാനികൾ വിളിക്കുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അതാണ് ടെററിസത്തിന്റെ വിക്ഷേപണ തറ. ആ മേഖല പിടിച്ചെടുക്കാതെ ഒരിക്കലും ക്രോസ് ബോർഡർ ടെററിസത്തെ എഫക്റ്റീവായി ഇന്ത്യക്ക് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെയാണ് പരിശീലന കേന്ദ്രങ്ങളുണ്ട് ഉള്ളത്, അവിടെയാണ് പ്രക്ഷേപണ തറയുള്ളത്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ജനങ്ങളോടും വലിയ താല്പര്യം അവർക്കില്ല. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ ഉപരി ആ മേഖല ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രക്ഷേപണ തറയായിട്ടാണ് പാകിസ്ഥാൻ നിലനിർത്തുന്നത്. അത് 2018 വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ആർമി, അവിടുത്തെ സിവിലിയൻ അഡ്മിനിസ്ട്രേഷനോ അവിടെ ജനങ്ങളുടെ ദുരിതമകറ്റാൻ ഒന്നും ചെയ്തില്ല. അന്ന് ഇന്ത്യ കൊടുത്തിട്ടുള്ള സഹായമാണ് യഥാർത്ഥത്തിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത്. ഇന്നും അവിടുത്തെ ജനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് എത്രയോ ഇന്റർനാഷണൽ ആർട്ടിക്കിളുകൾ വിവിധ മാഗസിനുകളിലൊക്കെ അത് സംബന്ധിച്ച് വന്നിരുന്നു. അപ്പോൾ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൂമി മാത്രമായി നിലനിർത്തുകയും അത് നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ക്രോസ് ബോർഡർ ടെററിസം അവസാനിക്കണമെങ്കിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അത് തന്ത്രപരമായിട്ടും സൈനികമായിട്ടും അതാണ് ചെയ്യേണ്ടത്. അതിലേക്ക് നീങ്ങുമോ എന്നുള്ളത് കണ്ടറിയണം. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇതിനകത്ത് സംയമനം വേണമെന്ന് UN പറയുന്ന ഒരു സാഹചര്യം, പാകിസ്ഥാൻ ഈ നേരത്തെ പറഞ്ഞ ഇരവാദം തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ സിവിലിയൻസ് ആണ് കഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു. പക്ഷേ ഒരു വശത്ത് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തീരുന്നതേയില്ല. ഈ ഭീകരരെ ഒളിപ്പിക്കുക, അവർക്ക് സുരക്ഷ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും പുതുതായിട്ട് വരുമ്പോൾ ബിലാവൽ സർദാരി ഭൂട്ടോ ഒക്കെ വീണ്ടും ഒരു ഭീഷണിയുമായിട്ടൊക്കെ വരുന്നത് ഏതെങ്കിലും തരത്തിലൊരു കോൺഫ്ലിക്റ്റിന് ഇന്ത്യ മുതിർന്നാൽ ഇതൊരു ന്യൂക്ലിയർ വാറിലെത്തും എന്നൊക്കെയാണ്. അതായത് രണ്ട് തരത്തിലാണ് പാകിസ്ഥാൻ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിൽ അത് ഒരു വല്ലാത്തൊരു സമ്മർദ്ദം ഇന്ത്യക്ക് വരുന്നുണ്ടോ, പ്രത്യേകിച്ച് UN അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന്? ഒരു സമ്മർദ്ദവും ഇന്നത്തെ സാഹചര്യത്തിൽ വരില്ല. കാരണം സാധാരണഗതിയിൽ ലോകത്തിലെ ഏറ്റവും എഫക്റ്റീവായ ഡിറ്ററന്റ് ന്യൂക്ലിയർ പവറാണ്. കാരണം ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമൂഹം അതിനെതിരെ അണിനിരക്കും. പക്ഷേ പാകിസ്ഥാൻ തുടക്കത്തിൽ തന്നെ, ഏറ്റവും അവസാനം പറയേണ്ടതാണ്, ഒരു യുദ്ധമുണ്ടായി, യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾ സുരക്ഷയെ കരുതി ആണവായുധം പ്രയോഗിക്കാൻ നിർബന്ധിതമാകുമെന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് നേഷൻസും സെക്യൂരിറ്റി കൗൺസിലും ഗ്ലോബൽ കമ്മ്യൂണിറ്റിയും ഇടപെടും എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ പാകിസ്ഥാൻ തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഒരു തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇന്ത്യ സൈനിക നീക്കം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആണവ രാജ്യമാണ്, ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു. കാര്യമായ ഒരു റെസ്പോൺസും അത് സംബന്ധിച്ച് ലോക സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാന്റെ ആ പ്രസ്താവനയെ ലോക സമൂഹം അഗണ്യകോടിയിൽ തള്ളി. അതുകൊണ്ട് മാത്രവുമല്ല, കളക്റ്റീവ് സെക്യൂരിറ്റി റെജീമിൽ നിന്ന് വളരെ കൃത്യമായ ബാലൻസ് ഓഫ് പവർ റെജീമിലേക്കുള്ള ഒരു മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ, ചൈന പോലും, ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ, ചൈന പോലും പാകിസ്ഥാൻ ഒരു പക്ഷേ ആയുധം കൊടുത്തേക്കാം, തന്ത്രപരമായ സഹായം കൊടുത്തേക്കാം, പക്ഷേ പാകിസ്ഥാന് വേണ്ടി വാർ ഫ്രണ്ടിൽ ഇടപെടുമെന്ന് ഞാൻ കരുതുന്നില്ല.
ചൈനയുടെ എല്ലാവിധ സഹായമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു നടപടി എടുക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഇന്ത്യ നടപടി എടുത്തു കഴിഞ്ഞാൽ ലോക സമൂഹം അതിനെ ചോദ്യം ചെയ്യും എന്നുള്ളതില്ല. സ്വാഭാവികമായിട്ടും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഉയർന്നു പറക്കണമെന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നത്. ലോകത്തിന് യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉണ്ടായ സംഘടനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങളും കൺസ്ട്രെയിൻസ് പാലിക്കണം, ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയാതെ അത്തരം സംഘടനകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെയുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം എന്താ വെച്ചാൽ 1972 സിംല കരാറിന്റെ ആദ്യത്തെ ലൈൻ തന്നെ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നുള്ളതാണ്. പാകിസ്ഥാൻ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ ഇന്ത്യക്ക് ഈ ലൈൻ ഓഫ് കൺട്രോൾ കിടന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ തിരികെ എത്താം. തീർച്ചയായും ഞാൻ തിരികെ എത്താം. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ രാഹുൽ ഈശ്വരൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഒരുപക്ഷെ രാഹുൽ ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രവാസി ജനങ്ങൾ പോലും ഇതൊരു യുദ്ധ സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും. ഒരു പ്രത്യേക ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ചില നാടകങ്ങൾ നടത്തുന്നു. വാഗ അതിർത്തി അടയ്ക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയക്കുന്ന പൗരന്മാർക്ക് അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് ഉത്തരവാദി ഇന്ത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യ യുദ്ധമുണ്ടാക്കാൻ നോക്കുകയാണ്, ആശങ്കപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ലോക രാഷ്ട്രങ്ങളൊക്കെ ഏത് തരത്തിലാണ് കാണുന്നത് എന്ന് ഒരു പക്ഷേ ആ ഒരു തലത്തിൽ കൂടി രാഹുൽ ഈ നിമിഷത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ദുബായിലാണ്. ഇവിടെ തന്നെ ഞങ്ങൾ കുറച്ച് ഗവൺമെന്റിന്റെ പ്രോജക്ട്സ് അടക്കം ഇവിടുത്തെ ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട്. അവരടക്കം ഇന്ത്യ പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ ഉദ്വേഗത്തോടു കൂടിയാണ് കാണുന്നത്. കാര്യം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ന്യൂക്ലിയർ പവേഴ്സാണ്. രണ്ട് രാജ്യങ്ങളോടും നല്ല ബന്ധമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക്. ഇറാനൊക്കെ ഒരു മീഡിയേഷൻ എഫേർട്ട് പോലും മുമ്പോട്ട് വെക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ സാധാരണ പാകിസ്ഥാനികളോടും സംസാരിക്കുമ്പോൾ ഈ തീവ്രവാദത്തിന്റെ പ്രശ്നം അവർ പോലും അക്നോളജ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി ISIO, പാകിസ്ഥാനിലെ ആർമിയോ മിലിറ്റന്റ് മൂവ്മെന്റ്സോ അത് അക്നോളജ് ചെയ്തില്ലെങ്കിലും ലോകം മുഴുവൻ പാകിസ്ഥാൻ തീവ്രവാദം അല്ലെങ്കിൽ ടെററിസം ഇസ് എ മാറ്റർ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. അത് സ്റ്റേറ്റ് പോളിസി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ട്. ഇന്ത്യക്ക് തന്നെയാണ് ആഗോളതലത്തിൽ മേൽക്കൈയുള്ളത്. ഞാൻ 1-2 ദേശീയ മാധ്യമങ്ങളിലും ഒരു അന്തർദേശീയ മാധ്യമത്തിലും ഒക്കെ ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അവരെല്ലാം ഇന്ത്യ അനുകൂല നിലപാടാണ് എടുക്കുന്നത്. നേരത്തെ വിൻസെന്റ് സാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ചൈന മാത്രമായിരിക്കും ദി ഓൾ വെദർ ഫ്രണ്ട് ഓഫ് പാകിസ്ഥാൻ. എങ്ങനെയാണ് അവർ തന്നെ ആ ടെർമിനോളജിയെ പ്രയോഗിക്കുന്നത്. പക്ഷെ ഇന്ത്യക്ക് US-ന്റെ അടക്കം പാശ്ചാത്യ രാജ്യങ്ങളുടെ അടക്കം റഷ്യയുടെ നിലപാട് ക്രൂഷ്യലാണ്. ഇസ്രായേൽ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണ നമുക്കുണ്ട്. പക്ഷേ നമുക്കൊരു അഡ്വഞ്ചറസിന്റെ പാതയിൽ പോകാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരു മിലിറ്ററി അഡ്വഞ്ചറസിന്റെ പാതയിൽ നമുക്ക് പോകാൻ കഴിയുമോ, അത് വിജയമാകാൻ കഴിയുമോ? നമുക്കിപ്പം ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് നമ്മൾ കാര്യമായിട്ട് വിജയിക്കുന്നുണ്ട്. പക്ഷേ ഒരു മിലിറ്ററി ഒഫൻസീവിലേക്ക് പോയി വിജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വേറൊന്നും കൊണ്ടല്ല, പാകിസ്ഥാനിൽ ഒരുപാട് റോഗ് എലിമെന്റ്സ് ഉണ്ട്. ആ റോഗ് എലിമെന്റ്സ് ആണ് പ്രധാനമായിട്ട് ISIയും അവിടുത്തെ ആർമിയും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ പാകിസ്ഥാൻ തന്നെ ഒരു ഇന്ത്യ ശത്രുത, ഇന്ത്യ വിരുദ്ധതയിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരു ത്രഷോൾഡിന് താഴെ നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധത ഉൽപ്പാദിപ്പിച്ച് അവിടുത്തെ ISIക്കും ആർമിക്കും ഒരു അപ്പർ ഹാൻഡ് കിട്ടുക. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് വർഷങ്ങളോളം, ഇന്നും ഇന്നലെ അല്ല വർഷങ്ങളോളം ചെയ്യുന്നത്. അപ്പൊ 27 പേരോളം മരിച്ച നമ്മുടെ ഭാഗത്തു നിന്ന് മരിച്ചതിന് നമുക്ക് തിരിച്ചടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അത് സർജിക്കൽ പ്രിസിഷനോടുകൂടിയുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും നന്നായി നിലപാട് ഉയർത്തിയത് ശ്രീ മേജർ രവിയാണ്. ഒരു പട്ടാളക്കാരന്റെ ബുദ്ധിയോടെ, എന്നാൽ ഒരു ഇന്ത്യക്കാരന്റെ നൈർമല്യത്തോടെ സാധാരണ കാശ്മീരിക്ക് വേദനിക്കരുത്, വിഷമം ഉണ്ടാകരുത്, അവന്റെ പ്രോപ്പർട്ടിയും ജീവിതവും നശിക്കരുത്. എന്നാൽ അതോടൊപ്പം കാശ്മീരിൽ ശക്തമായി പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒക്കുപേറ്റഡ് കാശ്മീരിൽ അടക്കം തിരിച്ചടി കൊടുക്കാൻ കഴിയണം. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് ഇത് പോകരുത്. കാര്യം ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോയാൽ നമ്മുടെ ഇന്ത്യൻ ബോർഡേഴ്സിന് മുഴുവൻ അത് പ്രശ്നമുണ്ടാകും, വലിയ ഇക്കണോമിക് ഫോളോ ഔട്ട് ഉണ്ടാകും. അതുകൊണ്ട് വളരെ ആലോചിച്ച് ഇപ്പൊ ആർമിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ വില്ലിനപ്പുറം ആർമി മെഷേർഡ് ആയിട്ട് പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുക്കുകയും മാതൃകാപരമായി കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഒരു വാർ മോങ്കറിങ് ചില ആൾക്കാർ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ചാനൽസ് ചെയ്യുന്നുണ്ട്. ആ വാർ മോങ്കറിങ് അല്ല, നമുക്കൊരു തിരിച്ചടി തീർച്ചയായും കൊടുക്കണം. കാരണം ഇത്രയും പേര് മരിച്ചതാണ്. അപ്പൊ അതിന് ആ വേദന നമുക്കുണ്ട്. ഒരു ജസ്റ്റിസ് വേണം, റെട്രിബ്യൂഷൻ ജസ്റ്റിസ് ആണ്, ആ റിറ്റാലിയേഷൻ ജസ്റ്റിസ് ആണ്. അത് മെഷേർഡായി കൊടുക്കണം. പിന്നെ ഒറ്റ കാര്യം കൂടെ, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇസ്രായേലിന്റെ ഉദാഹരണമൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ അപ്രായോഗികമാണ്. ഇന്ത്യയും ഇസ്രായേലും അജഗജാന്തരമാണ്, വ്യത്യസ്ത ടെറൈനാണ്, വ്യത്യസ്ത ഭൂമികയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് ഇസ്രായേലിലെ അവിടുത്തെ ഒരു പീസ് മിഷന്റെ ഭാഗമായി പോയ വ്യക്തിയാണ്.
അവിടുത്തെ സാഹചര്യം വേറെയാണ്. അപ്പൊ നമ്മൾ ഈ തെറ്റായ മാതൃകകൾ എടുത്ത് വാർ ഹംഗ്രി ആയി, വാർ മോങ്കറിംഗ് ആയി, ട്രിഗർ ഹാപ്പി ആയിട്ടൊരു നിലപാട് നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നേരെ തിരിച്ച് പീസ്നിക്കായി നമുക്കിതെല്ലാം സഹിക്കാന്ന് പറയുകയും വേണ്ട. വളരെ മെഷേർഡായി ആലോചിച്ച റെസ്പോൺസ്, അത് പാകിസ്ഥാൻ അതിൽ നിന്ന് പാഠം പഠിക്കണം. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അതിൽ നിന്നൊരു ഡാമേജ് ഉണ്ടാകണം. ഇന്ത്യക്ക് പ്രപ്പോർഷണാലിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രപ്പോർഷണൽ ആയിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കാൻ കഴിയണം. പക്ഷേ രാഹുൽ ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഇതിനകത്തൊരു കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്, പാകിസ്ഥാൻ ഭീകരരെ ഇപ്പൊ ഹാഫിസ് സയ്യിദിനെ അടക്കം സ്ഥലം മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു. ഒരു വശത്ത് അത് നടക്കുന്നു, ഒരു വശത്ത് വാഗ അതിർത്തി അടച്ചുകൊണ്ട് കണ്ടില്ലേ പാക് സിവിലിയൻസ് കഷ്ടപ്പെടുകയാണെന്ന് പറയുന്നു. ഇൻഡസ് ട്രീറ്റി റദ്ദാക്കിയപ്പോൾ അതിൽ പാക് ജനങ്ങളെ സമരത്തിലേക്ക് തള്ളിവിടുന്നു. ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇതാണ് പിക്ചർ എന്ന് പറയുകയും, മറുവശത്ത് പ്രധാനപ്പെട്ട ഭീകരരെ മാറ്റി അല്ലെങ്കിൽ സുരക്ഷിതമായി നിർത്താൻ ശ്രമിക്കുന്നു. ഒരല്പം ദയവ് കാണിക്കാം എന്ന് കരുതിയാൽ പോലും പാകിസ്ഥാൻ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? അതെ, എന്നുമുണ്ട്. കാര്യം പാകിസ്ഥാനിൽ ഇന്ത്യ പോലൊരു സെൻട്രൽ കമാൻഡും കാര്യങ്ങളുമല്ല, പല ശാക്തിക ചേരികളുണ്ട്. ഇപ്പൊ ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനുള്ളിലായിരുന്നല്ലോ. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സർവൈവ് ചെയ്യുന്നത് US-ന്റെ അടക്കം സിവിലിയൻ ഫണ്ട് കൊണ്ടായിരുന്നു നേരത്തെ സർവൈവ് ചെയ്തിരുന്നത്. ആ അവസരത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഒസാമ ബിൻ ലാദനെ അടക്കം അവിടെ ഒളിപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇത് പാകിസ്ഥാനിൽ ഒരുപാട് ശാക്തിക ചേരികളുണ്ട്. അവിടുത്തെ മിലിറ്ററി ഉണ്ട്, അവിടുത്തെ സിവിലിയൻ ഭരണകൂടമുണ്ട്, ISI അടക്കമുള്ള വിഭാഗമുണ്ട്. അതിന് വ്യത്യസ്ത രാജ്യങ്ങളോടുള്ള ഒരു ഓറിയന്റേഷനും അലൈൻമെന്റും ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്ര സമൂഹമല്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യവും പാകിസ്ഥാനും നോക്കിയാൽ മതി, പകുതിയിലധികം സമയം പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലാണ് പോയത്. പാകിസ്ഥാന്റെ എത്രയോ ഇരട്ടിയുണ്ട് ഇന്ത്യ. നമ്മൾ ഒരിക്കൽ പോലും പട്ടാള ഭരണത്തിലേക്ക് പോയിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും പ്രസിഡന്റിനെയോ പ്രൈം മിനിസ്റ്ററെയോ അടുത്ത് വരുന്ന പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും കൊല്ലുന്നില്ല. എനിക്ക് തോന്നുന്നു ഒവൈസി നല്ലൊരു മറുപടിയാണ് ബിലാവൽ ഭൂട്ടോയ്ക്ക് കൊടുത്തത്. അദ്ദേഹത്തിന്റെ അമ്മ ബേനസീർ ഭൂട്ടോയെ വരെ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്ന ഒരു ചരിത്രം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം തീവ്രവാദം എന്ന ഇഷ്യൂവിന് പ്രിസൈസ് ആയ ഒരു അടി പാകിസ്ഥാന് കൊടുക്കണം. അടി കൊടുത്തില്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഓവർ സോഫ്റ്റ് ആണെന്ന് വിചാരിക്കും. നമുക്കതും പറ്റില്ല. നമുക്ക് ഈ അമിത സോഫ്റ്റ് ആവാനും പറ്റില്ല. നേരെ മറിച്ച് 1000 പേരെ കൊന്നുകൊണ്ട് തിരിച്ച് 60,000 പേരെ കൊല്ലാം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സമീപനവും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇന്ത്യക്ക് കുറെ നന്മകളുണ്ട്. ഇന്ത്യ എടുക്കുന്ന മധ്യവർത്തി നയങ്ങളുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കണം. പക്ഷെ ആ ഒരടിക്ക് പകരം 20 അടി കൊടുത്തിട്ട് വീണ്ടും ആ യുദ്ധത്തിനെ ഒരു സൈക്കിളായി കൊണ്ടുപോകുന്ന രീതി നമുക്ക് എന്തായാലും ചേരില്ല. അപ്പം ഇന്ത്യ എടുക്കേണ്ട വളരെ ആലോചിച്ചുള്ള ഒരു നിലപാടാണ്. ആ ബാലൻസ് ആയിരിക്കും ലോകം കാത്തു നിൽക്കുന്നത്. നരേന്ദ്രമോദി അടക്കമുള്ള ഒരു ഇന്റർനാഷണൽ, അതായത് രാഹുൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടുള്ള ചില റോ എലിമെന്റ്സ് ഒക്കെ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. അത് ഈ അന്താരാഷ്ട്ര ഭീകരവാദി സംഘടനകളുമായിട്ടുള്ള ബന്ധം കൊണ്ട് അങ്ങനെയുള്ള ഒരു മെൻഷനും കൂടെ ആണോ രാഹുൽ നടത്തിയത്? അല്ല, അതുകൊണ്ട് അത് ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് ആണ് പറയുന്നത്. ഏറ്റവും അടുത്ത മുസ്ലിം സമൂഹത്തോട് ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇസ്ലാമികം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. എന്നാൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം വിങ് ഉണ്ട്. ഈ ഇസ്ലാമിസ്റ്റ് റാഡിക്കൽസിന് പലപ്പോഴും അപ്പർ ഹാൻഡ് അതുകൊണ്ട് നേടും. ഐസിസ് അടക്കമുള്ള ഇവരുടെ പഴയ ഇല്ലാത്ത ഖിലാഫത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയെടുക്കുന്ന എക്സ്ട്രീം റോഗ് എലിമെന്റ്സ് എന്നൊക്കെ പറയുന്ന എല്ലാ നാട്ടിലും ഉണ്ട്, പാകിസ്ഥാനിൽ അത് കൂടുതലുണ്ട്. അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടാത്തൊരു രീതിയിലും കൂടെ വേണം ആക്രമണം ഉണ്ടാകാൻ. കാര്യം അവർ വാർമോങ്കേഴ്സ് ആണ്. അവർക്ക് യുദ്ധമാണ് വേണ്ടത്. അവർ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ അഭിരമിക്കുന്നവരാണ്. ഇന്ത്യയോട് ഒരു ഫുൾ ഫ്ലെജ്ഡ് വാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് എലിമെന്റ്സ് പാകിസ്ഥാനിൽ തന്നെയുണ്ട്. അപ്പോൾ പാകിസ്ഥാന് തിരിച്ചടി തീർച്ചയായും കൊടുക്കണം. തീവ്രവാദികൾ തിരിച്ചടി കൊടുക്കണം. ഒരു കാര്യം കൂടി അപർനാഥ്ജി ശ്രദ്ധിച്ചു കാണും. നരേന്ദ്രമോദിജിയുടെ പ്രസംഗത്തിൽ വളരെ മെഷേർഡായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പാകിസ്ഥാൻ എന്ന വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ലോകത്തിന്റെ ഏതറ്റത്ത് പോയും ഈ തീവ്രവാദികൾക്ക് തിരിച്ചടി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ മെഷേർഡായി, പല ആൾക്കാരും അതിലെ ന്യൂആൻസ് മിസ് ചെയ്തു. പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, അതിശക്തമായി ഏത് രാജ്യത്തെയും. കാര്യം മോദിജി ആ ഒരു ലെവൽ ഓഫ് ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻ ഉണ്ട്. ഇന്ത്യക്ക് നേരത്തെ വിൻസെന്റ് സാർ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് പോലും അനുകൂലമായി നിൽക്കുകയാണ്. മോദിജിക്ക് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അടക്കം ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തിരിച്ചടി 2 ആഴ്ചക്കുള്ളിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു മിലിറ്ററി മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്തായിരിക്കും എന്നറിയില്ല. ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നരേന്ദ്രമോദി അടക്കം ഏത് ദിവസങ്ങളിലെന്നുള്ള. തീർച്ചയായിട്ടും രാഹുൽ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ നിർമ്മൽ എബ്രഹാം നമുക്ക് നിർമ്മൽ എബ്രഹാം, സാമൂഹ്യ നിരീക്ഷണപ്പുറത്തേക്ക് താങ്കളൊരു ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓഹരി വിപണിയൊക്കെ പാകിസ്ഥാനിൽ 3500 പോയിന്റിലധികം തകർന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. പക്ഷേ അതേസമയത്ത് ഈ വ്യോമ മേഖല പാകിസ്ഥാൻ അടച്ചു. അത് ഇന്ത്യൻ എയർലൈൻസുകൾക്ക് വലിയ തരത്തിലുള്ള നഷ്ടമുണ്ടാക്കുന്നത് ഒരു സാമ്പത്തിക വാർ കൂടി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിലെ കടുത്ത നടപടി, ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ആ സർപ്രൈസ് സർജിക്കൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഏത് തരത്തിലാണ്? അതിന് മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക്കൽ വാർ, ഒരു ഫിനാൻഷ്യൽ വാർ ഇവിടെ നടക്കുന്നുണ്ടോ? അത് ഇമ്പാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ പാകിസ്ഥാനെ അടക്കം? നമ്മുടെ നോൺ മിലിറ്ററി എഫേർട്സ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അത് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും
എക്കണോമിക്കലി പാകിസ്ഥാനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് അതിൻ്റെ അകത്ത് ഇനിയും ഇന്ത്യക്ക് ചെയ്യാനുണ്ട്. അതിലൊരു കൃത്യമായ ഉദാഹരണം പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 2018 എനിക്ക് തോന്നുന്നത് അവരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേ ലിസ്റ്റ് ചെയ്യും അത് 2022 എടുത്ത് മാറ്റി എന്നുള്ളതാണ് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇന്ത്യക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ TRF ആയിട്ടുള്ള പാകിസ്ഥാനിലെ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അവരെ ഗ്രേ ലിസ്റ്റ് ചെയ്യോ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യോ ചെയ്തേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു അടിയായിരിക്കും പാകിസ്ഥാൻ. കാരണം നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലോണിൽ ഓടുന്ന ഒരു രാജ്യമാണ്. സാമ്പത്തികമായിട്ട് IMFനെയും വേൾഡ് ബാങ്കിനെയും ഒക്കെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. സോ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഗ്രേ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ടെററിസ്റ്റ് ഏജൻസീസിനെ ഫണ്ടിങ് ചെയ്യുന്ന ഒരു രാജ്യം എന്നാണ്. അങ്ങനെ ഉള്ളപ്പം നാച്ചുറലി അവർക്ക് ഇത്തരത്തിലുള്ള ഫണ്ടിങ് കിട്ടാൻ, ലോണുകൾ കിട്ടാനും ബെയിൽ ഔട്ട് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അതവരെ ഫൈനാൻഷ്യലി ശരിക്കും തകർക്കും. രണ്ടാമത്തെ കാര്യം ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. അതിൽ തന്നെ ഇപ്പം അതിന്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ അത് പാകിസ്ഥാൻ എക്കണോമിക്കലി നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വെള്ളത്തിൽ നിന്ന് അവിടെ ഏകദേശം കറണ്ട് ഉൽപ്പാദനം നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 70% അല്ലെ 65% കോളിൽ നിന്നാണെങ്കിൽ പാകിസ്ഥാൻ ഏകദേശം 30% ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിൽ നിന്നാണ്. സോ വെള്ളം അത്ര അധികം തീരുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും. സോ അങ്ങനെയുള്ള മറ്റൊരു രീതിയിൽ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് പലപ്പോഴും തടസ്സമിടുന്നത് ചൈനയാണ്. അതായത് ഇപ്പൊ നേരത്തെ ഇരു പാനലിസ്റ്റുകളും ശ്രീ രാഹുൽ ഈശ്വറും ശ്രീ BJ വിൻസെന്റ് സൂചിപ്പിച്ചു ടെററിസ്റ്റ് ഏജൻസീസ് ആയിട്ടുള്ള ഇവരുടെ ബന്ധം. ആ ബന്ധം നമുക്ക് ഒരു രീതിയിലും എന്താ പറയുക സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയിട്ടില്ല. ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണെങ്കിൽ പോലും. അതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2008 മുംബൈ അറ്റാക്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ചെയ്തതെന്നുള്ളത്. അതിൻ്റെ അത് ടെസ്റ്റിമോണികളുണ്ട്. അജ്മൽ കസബ് വന്ന് ലഷ്കർ ഇ തായിബയാണ് ട്രെയിൻ ചെയ്തെന്നും പാകിസ്ഥാനിൽ വെച്ചാണ് ട്രെയിനിങ് കിട്ടിയതെന്നും പറയുന്നുണ്ട്. അതിലെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള സാക്കിർ റഹ്മാനെ പാകിസ്ഥാനിൽ വെച്ചാണ് കണ്ടെത്തിയത്. അതിലെ പാകിസ്ഥാനി അമേരിക്കൻ മാസ്റ്റർ മൈൻഡ് ആയിരുന്ന ഡേവിഡ് ഹെഡ്ലി നമുക്ക് തന്ന മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISIയുടെ അതായത് പാകിസ്ഥാന്റെ മിലിറ്ററി ഇന്റലിജൻസ് സഹായിച്ചു എന്നുള്ള മൊഴി തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. അതായത് ഇന്റർനാഷണൽ ഫോറത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ചാറ്റുകളായിക്കോട്ടെ, ഫോൺ ഇന്റർസെപ്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന വേറൊരു വാദമാണ് മദ്രസകൾ വഴിയും ഡൊണേഷൻസ് വഴിയും ചാരിറ്റികൾ വഴിയും ട്രസ്റ്റുകൾ വഴിയും ഒക്കെ പാകിസ്ഥാൻ ടെററിസ്റ്റ് ഏജൻസീസിനെ ഫണ്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ട്രാൻസ്ഫറിന്റെ തെളിവുകളൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റു രീതിയിലും അതായത് റഷ്യയൊക്കെ എഫക്ട് ചെയ്തതുപോലെ ഡയറക്റ്റ് ആയിട്ട് ആ രാജ്യത്തിന് സാങ്ഷൻസുകൾ ഇന്ത്യക്ക് കൊണ്ടുവരാൻ സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് രണ്ടു കൂട്ടർ സംസാരിച്ച് വെച്ച് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 രീതിയിൽ ഇന്ത്യക്ക് പ്രതികരിക്കുക. ഇന്നലെ ഞാൻ ശ്രീ മഞ്ജുഷിനോട് പറഞ്ഞു ഒന്നെങ്കിൽ ഒരു പ്രതികാരം അത് വേണ്ട എന്നുള്ളതാണ്. ഞാൻ മറ്റ് 2 പാനലിസ്റ്റോടും ആ ഒരു കാര്യത്തിൽ അഗ്രി ചെയ്തു. പ്രതികാരമല്ല ഇപ്പൊ ആവശ്യം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്താ? പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീകാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യുക. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് ആകാം, ഒരു പ്രിസിഷൻ അറ്റാക്ക് ആകാം. തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ പറ്റുന്ന ഒരു ഓപ്ഷൻ. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യ ലോങ് ടേമിൽ ചിന്തിക്കേണ്ടിയ സമയം അതിക്രമിച്ചിരിക്കുന്നത്. അതായത് പ്രതിവിധി, ഇതിനൊരു പ്രതിവിധി വേണം. ഇപ്പൊ നേരത്തെ നമുക്ക് ഒത്തിരി ടെററിസ്റ്റ് ഇൻകേർഷൻസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പം ഹമാസിന്റെ ഒരു സ്റ്റൈൽ ഓപ്പറേഷൻ ചെറിയ രീതിയിലെങ്കിലും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഒന്നൊരു പ്രോക്സി വാർ, ഇപ്പം ജയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ, ലഷ്കർ ഇ തായിബ ആയിക്കോട്ടെ. ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വന്നതിന് ശേഷം ഈ 2 പേരുകൾ നമ്മൾ കേൾക്കാറില്ല. പക്ഷെ അതിന് പകരമായിട്ട് TRF വന്നു, റെസിസ്റ്റൻസ് ഫ്രണ്ട് 2019. ഏത് സമയത്താണോ ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തായിബയും കേൾക്കാനില്ല, അതായത് ആ സമയത്ത് മുതൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് വന്നു. പിന്നീട് വന്നത് PAF, പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പൊ കേൾക്കുന്ന പേരുകൾ. സോ ഈ ഓർഗനൈസേഷൻസിനെ ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനുള്ള ഒരു കണക്ഷൻ എങ്ങനെയെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കലി ചെയ്യാം. പക്ഷേ ഈ ടണൽസ്, ഈ ഏകദേശം 22ഓളം ടണൽസ് ആണ് കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ടണൽസ് ഇല്ലാതാക്കുക അല്ലെ തകർക്കുക എന്നുള്ളൊരു മാർഗം ഇന്ത്യ മുന്നോട്ട് നോക്കണം. ഇപ്പം ഡ്രോൺസ് ഒക്കെ വെച്ച് കശ്മീരിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു പ്രതിവിധി സ്ലോലി എങ്കിലും കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യക്കൊരു മുന്നോട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ തൽക്കാലം ചെയ്യേണ്ടത് പ്രതികാരമല്ല, പ്രതീകാത്മകമായിട്ടൊരു സിംബോളിക്. ഇപ്പം ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു തിരിച്ചടി, അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന താമസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ടെററിസ്റ്റുകളെ കണ്ടുപിടിക്കുന്നതാണെങ്കിലും ഈ അറ്റാക്ക് നടത്താനുള്ള താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ടെററിസ്റ്റുകളുടെ കേസിലുള്ള ഒരു താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ ഈ സിനിമകളിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അറ്റാക്ക് കഴിഞ്ഞാൽ നാച്ചുറലി
ഷേപ്പ് മാറി വേറൊരു പെർസോണയായിട്ട് ഇവര് ലോക്കൽ റെസിഡൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഡിസ്റ്റന്റ് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ലോക്കൽ സപ്പോർട്ട് അറിയാവുന്ന ആരെങ്കിലും ലോക്കൽ സപ്പോർട്ടും ഇൻഫർമേഷനും കൊടുക്കുന്നുണ്ടായിരിക്കും. മൂന്നാമത് ഇന്ത്യക്ക് ഒരു തടസ്സം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഏരിയ ആണ്, ഫോറസ്റ്റ് ഏരിയ ആണ്, അവിടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകളുണ്ട്. സോ സമയം എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അല്ല നിർമ്മല, ലോക്കൽ സപ്പോർട്ട് അതാണല്ലോ എന്നയുടെ പുതിയ ഫോക്കസിൽ നിൽക്കുന്നത്. ഇത് പ്രാദേശിക നേതാക്കൾ, വിഘടനവാദി നേതാക്കളുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തുകയാണ്. അതായത് ഇത് തലം മറ്റൊരു തലത്തിലേക്ക് കൂടെ പോകുന്നുണ്ട്. അത് പാകിസ്ഥാൻ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ല, അതിന് ഇന്ത്യ ഇപ്പൊ അവിടെ ഇന്ത്യ നേരിട്ടൊരു അറ്റാക്കോ അല്ലെങ്കിൽ അവിടെ ഒരു കില്ലിങ്ങോ അങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും അത് പാകിസ്ഥാൻ ഇന്റർനാഷണൽ ഫോറത്തിൽ ഇപ്പോൾ ഇന്ത്യ റെയ്ഡ് നടത്തുന്നതിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഒരു മിലിറ്ററി അറ്റാക്ക്, ഒരു മിലിറ്റന്റ് അറ്റാക്ക് അല്ലെങ്കിൽ ടെറർ അറ്റാക്ക് നടന്ന ഒരു സാഹചര്യത്തിൽ ഏതൊരു ടെററിസ്റ്റോ മിലിറ്റന്റോ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവരും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് റെയ്ഡുകളും സെർച്ചുകളും നാച്ചുറലി ഇന്ത്യ ചെയ്യും, അതിന്റെ റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പം CAPF ഇറങ്ങിയിട്ടുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്, ഇന്ത്യൻ ആർമി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ട് കാണും. പക്ഷെ അതിനൊരു താമസം വരുന്ന ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാകാം. അതും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴായിരിക്കും ടെററിസ്റ്റ് ഫ്രണ്ട് എന്നത് TRF എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ കുറിച്ച് കേൾക്കുന്നത്, ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായതുകൊണ്ട്. പക്ഷെ കണക്കുകൾ നോക്കിയാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പോലീസ് കഴിഞ്ഞ ദിവസം കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഏകദേശം 175ഓളം കൊലപാതകങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ TRF. സോ അവിടെ നിരന്തരമായിട്ട് ഇത് കാണുന്ന ലോക്കൽസിന് പക്ഷേ ഭയവും കാണും. ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യാനുള്ള ഭയവും കാണും. സോ അതുകൊണ്ട് നാച്ചുറലി ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ചക്കുള്ള റിസൾട്ട് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഡോക്ടർ PJ വിൻസെന്റ്, ഇന്ത്യയെ പിന്തുണച്ച് US പ്രതിരോധ സെക്രട്ടറിയുടെ പ്രസ്താവനയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോഴും ഇന്ത്യ ഇത് അയൽ രാജ്യങ്ങളുടെ ഒരു പിന്തുണ നേടുകയൊന്നുമല്ല. ഇന്ത്യ ഏത് ആക്രമണത്തിനും മറുപടി കൊടുക്കാൻ സെൽഫ് സഫീഷ്യന്റ് ആണ് എന്ന് വ്യക്തമാക്കുകയാണ് പ്രസ്താവനകളിലൂടെ. പക്ഷെ അതേ സമയത്ത് ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ശക്തമാകുന്നു, പാകിസ്ഥാൻ സേനയുടെ സാന്നിധ്യം, ഇത്തരം ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വഖഫ് ലോയുടെ സമയത്തും ബംഗ്ലാദേശ് അതിർത്തി കൃത്യമായ മോണിറ്ററിംഗ് ഒക്കെ ശക്തമാക്കിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തരത്തിൽ ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലെ ഭീകര സംഘടനകളുമായിട്ട് പാകിസ്ഥാൻ ഒരു കണക്ഷൻ ശക്തമാക്കുക, ആ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ലക്ഷ്യമിടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രാറ്റജിയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടുതൽ സഹായം ഇന്ത്യക്ക് തേടേണ്ടതായി വരില്ലേ? തീർച്ചയായിട്ടും വരും. പക്ഷേ ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രാറ്റജിയിൽ ഈ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒരേ സമയം ആക്രമണം ഉണ്ടാകുന്നതിന്റെ സാധ്യതയൊക്കെ പരിഗണിക്കാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായിട്ടുണ്ട്. അപ്പം 1959 ചൈന ടിബറ്റ് പിടിച്ചെടുത്തത് മുതൽ ജമ്മു കാശ്മീർ വിഷയം യഥാർത്ഥത്തിൽ ത്രികക്ഷി വിഷയമാണ്. 1962 അക്സായി ചിൻ 36,000 ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തു. ആ യുദ്ധം അവസാനിച്ചു. 1963 ഈ ഷക്സം വാലി എന്ന് പറയുന്ന 5100 കിലോമീറ്റർ വരുന്ന പ്രദേശം ചൈനയ്ക്ക് കൈമാറി പാകിസ്ഥാൻ. അത് പക്ഷേ 2062 പാകിസ്ഥാൻ തന്നെ പ്രസിദ്ധീകരിച്ച മാപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ പറഞ്ഞത് 32,100 ചതുരശ്ര കിലോമീറ്റർ ആണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയതെന്നാണ്. ഇപ്പോഴാകട്ടെ ചൈനയ്ക്ക് ആ മേഖലയിൽ മാത്രമല്ല, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ അവർക്ക് താല്പര്യമുണ്ട്. ആ മേഖലയിലൂടെയാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ റോഡ് കടന്നു പോകുന്നത്. അവിടെ സ്കർദു മേഖലയിൽ സ്കർദു സ്റ്റുഡൻസ് യൂണിയൻ ചൈനയ്ക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള താല്പര്യം ചൈനയ്ക്കുണ്ട്. അതോടൊപ്പം മുഴുവൻ ലഡാക്കും സ്വന്തമാക്കണമെന്നുള്ള താല്പര്യം ചൈനയ്ക്കുണ്ട്. നോർത്ത് സിക്കിമിൽ അവർക്ക് താല്പര്യമുണ്ട്. അരുണാചൽ പ്രദേശിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് ചൈനയുടെ സമ്പൂർണമായ പിന്തുണ പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം പ്രഖ്യാപിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൽ തുടങ്ങി ആ സ്ഥാനം ചൈന പടിപടിയായി ആ സ്ഥാനത്തേക്ക് കടന്നു വരികയും ഇന്ന് ഒരു ചൈനീസ് വാസൽ സ്റ്റേറ്റ് എന്ന നിലയ്ക്കാണ് പാകിസ്ഥാന്റെ ഒരു പ്രവർത്തനം. എന്നാൽ ബംഗ്ലാദേശിലാകട്ടെ ഹസീന റെജീം പുറത്താക്കപ്പെട്ടതിന് ശേഷം അവിടെ യൂനൂസിന്റെ ഗവൺമെന്റാണ്. അതിൽ തീവ്രവാദ എലമെന്റ്സിന് വലിയ സ്വാധീനമുണ്ട്. അവര് പാകിസ്ഥാനുമായിട്ട് ബന്ധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങൾക്ക് പാകിസ്ഥാന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ISID-യുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ചൈനയോ ഒന്നും ഈ ബോർഡറിൽ ഒന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായിട്ട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ആരും കടന്നു വരാനുള്ള സാധ്യത തുലവും വിരളമാണ്.
ഇനി അങ്ങനെ കടന്നു വന്നാൽ തന്നെ അതിനെ നേരിടാനുള്ള ശേഷി ഇന്ത്യൻ സൈന്യത്തിനുണ്ട് താനും. ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യം നമ്മുടെ 30 കിലോമീറ്റർ വരുന്ന കൊറിഡോർ വികസിപ്പിച്ച് അതൊരു 100-150 മീറ്റർ നീളത്തിലുള്ള വലിയ കൊറിഡോറായി വികസിപ്പിക്കും എന്നുള്ളതായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ബംഗ്ലാദേശ് ഒന്നും അത്തരം നിലപാടെടുക്കില്ല. മാത്രമല്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ നേതാവ് ചൈനയിൽ പോയിട്ട് ഈ നോർത്ത് നമ്മുടെ 7 സിസ്റ്റേഴ്സ് സംസ്ഥാനങ്ങളിൽ ചൈന ഇടപെടണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ തന്നെ ട്രാൻസ്ഷിപ്മെന്റ് ഇന്ത്യ നിർത്തിവെച്ചു. അതുകൊണ്ട് ബംഗ്ലാദേശോ അല്ലെങ്കിൽ ചൈനയോ ഒന്നും ഈ രൂപത്തിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ഇതിൽ ഇടപെടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് പറയാനുള്ളത്, ഈ പഹൽഗാം അറ്റാക്ക് മാത്രം എടുത്തിട്ട് നമുക്കൊരു റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇന്ത്യ കഴിഞ്ഞ 3 ദശാബ്ദ കാലമായി പാകിസ്ഥാന്റെ ക്രോസ് ബോർഡർ ടെററിസത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇന്ത്യയുടെ കടൽ സാഗര ഭീകരത മുംബൈയിലുണ്ടായി, വ്യോമ ഭീകരത എത്രയുണ്ടായി. 1998 ഇന്ത്യയുടെ വിമാനം ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി കന്ദഹാറിൽ ഇറക്കി നമ്മുടെ ജയിലിലുണ്ടായിരുന്ന ആളുകളെ മോചിപ്പിച്ചു. വ്യോമ ഭീകരതയുണ്ടായി, നാവിക ഭീകരതയുണ്ടായി. ഇതിന്റെ കൂടെ ഇന്ത്യയിൽ ആക്രമിക്കാത്ത ഒരു സ്ഥാപനങ്ങളുമല്ല. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു, ജമ്മു കാശ്മീർ പാർലമെന്റ് ആക്രമിച്ചു, മതസ്ഥാപനമായ ശരാരെ ഷെറീഫ് ആക്രമിച്ചു, ഹസ്രത് ബാൽ ആക്രമിച്ചു, അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ചു. അതോടൊപ്പം ഉറി, പത്താൻകോട്ട്, പുൽവാമ അടക്കമുള്ള മിലിറ്ററി ലക്ഷ്യങ്ങളെ. അങ്ങനെ ഇന്ത്യയിൽ ഈ അതിർത്തി കടന്ന തീവ്രവാദം ലക്ഷ്യം വെക്കാത്തതൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഒരു പ്രൊപ്പോർഷണേറ്റ് ആയി ആവണോ എന്നുള്ളത് വേറെ പ്രശ്നം. അതിപ്പോ പഹൽഗാം മാത്രം എടുത്താൽ നമ്മൾക്ക് അതിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാം എന്ന് പറയാം. പക്ഷേ ഇത് എല്ലാ തലത്തിലും നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് കുറച്ചുകൂടെ കാൽക്കുലേറ്റഡ് ആയിരിക്കണം. അതിൽ രാഹുൽ ഈശ്വരും അതുപോലെ നിർമ്മലും പറഞ്ഞവരോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. കാരണം ഇന്ത്യ എക്കാലത്തും ഒരു സിവിലൈസ്ഡ് വാർ ചെയ്തിട്ടുള്ള രാജ്യമാണ്. പക്ഷേ കുറച്ചുകൂടി മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു സമാധാനമെങ്കിലും ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു മിലിറ്ററി റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും രാഹുൽ, അതാണ് ഒരു ശക്തമായ തിരിച്ചടി. അത് ഈ തരത്തിലായിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തോന്നാനുള്ള സാഹചര്യം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പോലും ചെറിയ വിമർശനങ്ങളൊക്കെ വരുന്നു. കോൺഗ്രസ് ഒക്കെ ഒരു പ്രധാനമന്ത്രിക്ക് എതിരെ ഒരു ട്വീറ്റ് ഇടുന്നു. ആ ട്വീറ്റ് അവർ തന്നെ പിൻവലിക്കുകയും അത്തരം വിമർശനങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യമല്ലാതെ ഇന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സന്ദേശം കൊടുക്കണം എന്ന് പറയുന്നിടത്ത് ഒരാഞ്ഞടിക്കൽ അതിനകത്തുണ്ട് എന്ന് പോലും ഈ ഇന്ത്യക്കകത്ത് നിന്ന് പോലും അങ്ങനെ ഒരു സന്ദേശം വായിച്ചെടുക്കാൻ തോന്നില്ലേ? അവിടെയാണ് ശ്രീ ശശി തരൂർ റേസ് ചെയ്തൊരു വളരെ ഇമ്പോർട്ടന്റ് പൊസിഷൻ ഉണ്ട്. നമ്മൾ എല്ലാ ഇന്ത്യക്കാരും കേൾക്കേണ്ടതാണ്. സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, മോദി സർക്കാരിനെ പ്രതികൂട്ടി നിർത്താം, അതൊക്കെ പിന്നെ ഈ വിഷയം കഴിയട്ടെ. ഇതിനുശേഷം മോദിജിയോടോ അല്ലെങ്കിൽ അമിത്ഷാജിയോടോ അജിത് ഡോവലിനോടോ 100 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. പക്ഷെ അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ വേണ്ടത്. അതായത് ഇപ്പോൾ രാജ്യമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിന്ന്, ഇനി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാളെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ അങ്ങനെ, ഇന്ന് നരേന്ദ്രമോദി ആണെങ്കിൽ അങ്ങനെ, രാജ്യത്തിന് ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കാൻ കഴിയണം. അന്ന് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, പി ചിദംബരം ആയിരുന്നപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് ആയിരുന്നു അന്ന് നമ്മുടെ ഓപ്ഷൻ. പി ചിദംബരം, മോഡി, അമേരിക്കയിലടക്കം പല രാജ്യങ്ങളിലും ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് എന്നാണ് അന്ന് അദ്ദേഹം വിളിച്ചിരുന്നത്. അതിനുവേണ്ടി പോയിരുന്നു. വേറെ പല ഓപ്ഷൻസും ഉണ്ട്. അതിപ്പോ നടക്കുമോ എന്നറിയില്ല. ഇപ്പൊ ഉദാഹരണം ബലൂചിസ്ഥാൻ, അത് പണ്ട് അജിത് ഡോവലിന്റെ വളരെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു മുംബൈയും കൂടെ ചെയ്താൽ നിങ്ങളുടെ ബലൂചിസ്ഥാൻ നമ്മൾ എടുക്കും എന്ന്. ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ 1946 താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിനെ അടക്കം എന്ന് കണ്ടിരുന്നു. പക്ഷെ ഒരുപാട് പ്രായോഗിക പ്രശ്നമുണ്ട്. ഇസ്ലാമാബാദിന് അപ്പുറത്ത് കിടക്കുന്നതാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാൻ വളരെ ഒരു റിസോഴ്സ് റിച്ച് മേഖലയാണ്. അപ്പൊ ഇടയ്ക്ക് വേറൊരു ബഫർ സ്റ്റേറ്റ് കിടക്കുമ്പോൾ ഇന്ത്യയോടുള്ള ആക്സഷൻ ഒക്കെ പോസിബിൾ അല്ല. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ത്യ ഓൾ ഇന്ത്യ റേഡിയോ ബലൂചിസ്ഥാനിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബലൂച്ചി ലാംഗ്വേജിന്റെ വെബ്സൈറ്റ് കഴിഞ്ഞ 6 വർഷം മുമ്പ് 2016-17 ആണെന്നെ ഓർമ്മ, നിർമ്മൽജിക്കോ വിൻസൻജിക്കോ കറക്റ്റ് ചെയ്യാം, 2016-17 ആണെന്നാണ്. അപ്പൊ നമുക്ക് ബലൂചിസ്ഥാൻ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു സ്വാധീനമുണ്ട്. അപ്പൊ എല്ലാ രാജ്യത്തിനും ഉണ്ട് കേട്ടോ. എല്ലാ രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ട്രാറ്റജിക് ലെവറേജസ് വെച്ചിരിക്കും. ഈ ലെവറേജസ് വെച്ചാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ അവിടെ തിരിച്ചടിക്കും എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ ഇന്ത്യ ഒരുപാട് രാജ്യങ്ങൾ, നമ്മളൊരു സിവിലൈസ്ഡ് രാജ്യമാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഈ ജെയിംസ് ബോണ്ടിന്റെ ഉള്ളിൽ കാണുന്നത് പോലെ വേറെ രാജ്യത്തിന്റെ ഉള്ളിൽ ഒരു പരിധിക്കപ്പുറം ഇടപെട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അമേരിക്ക ചെയ്യുന്നത് പോലെ ഭരണകൂടങ്ങളെ ടോപ്പിലൊന്നും ചെയ്യാറില്ല. നമ്മുടെ ഒരു ലെവറേജിന് വേണ്ടി ബലൂചിസ്ഥാൻ ആകട്ടെ, പാകിസ്ഥാന്റെ ഉള്ളിലെ പ്രശ്നങ്ങളാകട്ടെ, നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയണം. കാര്യം പ്രായോഗിക ജിയോ പൊളിറ്റിക്സിൽ ഇതൊക്കെ ആവശ്യമാണ്. നമുക്ക് ഈ ആദർശം പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് കാര്യമില്ല. പ്രാക്ടിക്കലി കുറെ കാര്യങ്ങൾ കൂടെ ചെയ്യണം. ഒരു കാര്യം കൂടി ഓർക്കണം, അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. സമാധാനത്തിന്റെ പ്രവാചകനായ
സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും ഒരിക്കൽ മിലിറ്ററി ഓപ്പറേഷന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ കാശ്മീരിലെ ജനങ്ങളെ രക്ഷിക്കാൻ. അന്നത്തെ സുദീപ് തോസ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ലഫ്റ്റനന്റ് ജനറൽ സുദീപ് തോസ് എന്നോട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, യുദ്ധം എല്ലാവർക്കും നാശമാണ്, പക്ഷേ വേറെ ഗതിയൊന്നുമില്ലെങ്കിൽ നമ്മൾ കാശ്മീരിൽ മിലിറ്ററി യൂസ് ചെയ്യണമെന്ന് സാക്ഷാൽ അതങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനത മുഴുവൻ ഈ തിരിച്ചടി കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യം കൂടിയാണ്. പക്ഷേ ഞാൻ ശ്രീ നിർമ്മൽ അബ്രഹാമിലെ കൂടി, നിർമ്മൽ, അങ്ങനെ ആകുമ്പോൾ പോലും സാമ്പത്തികമായിട്ട് ഇതുണ്ടാക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഇന്ത്യൻ വിപണിയെ അടക്കം അത് ഏത് തരത്തിൽ ബാധിക്കും? വ്യവസായ കാരണം ആ തരത്തിലാണ് പുതിയ ഇന്ത്യ പോലും രൂപപ്പെട്ടിരിക്കുന്നത്, വികസനവുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അതിനെ തകർക്കാത്ത രീതിയിൽ, അതിന് ആഘാതമേൽക്കാത്ത രീതിയിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസിലേക്ക് കടക്കുക, അതിനു കൂടി ആയിരിക്കും ഇന്ത്യ മുൻതൂക്കം കൊടുക്കുക, അല്ലേ? അത് ആ ഒരു ആശങ്ക കൂടി ബാക്കിയുണ്ടോ? ഇല്ല, ഈ ഒരു സ്റ്റേജിൽ ആശങ്കയല്ല. കാരണം ഇന്ത്യ അത്ര ഒരു ഓൾ ഔട്ട് വാറിലോട്ട് പോയാൽ മാത്രമേ നമ്മളെ അത് എക്കണോമിക്കലി ബാധിക്കുകയുള്ളൂ. ചെറിയൊരു സർജിക്കൽ സ്ട്രൈക്കോ പ്രിസിഷൻ സ്ട്രൈക്കോ നടത്തുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്കണോമിക് ആയിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ എയർവേ ഒക്കെ അടച്ചപ്പോഴത്തേക്ക് അത് പാകിസ്ഥാനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. പക്ഷെ കാശ്മീരിന് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കും. അതാണ് നമ്മളിപ്പോൾ ബാധിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2019 ശേഷമുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്കണോമിക് ഗ്രോത്ത് നല്ല രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തെ ഗ്രോത്ത് എടുത്താൽ നാഷണൽ ആവറേജ് 7.7 ആണ്. കാശ്മീരിന്റെ ആവറേജ് 7.8% ഗ്രോത്ത് അവർ എടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റുകളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷമായിട്ട് 15% വെച്ച് കൂടി വരുന്നു. കഴിഞ്ഞ വർഷം 23 മില്യൺ ആളുകൾ വന്നിരിക്കുന്നു. ടെറർ അറ്റാക്കുകൾ 2019 മുതൽ 24 വരെ കുറഞ്ഞത് 85% ആണ്. 2019 നമ്പർ വെച്ച് നോക്കിയാൽ 85% ടെറർ അറ്റാക്സ് കുറഞ്ഞിരിക്കുന്നു. സെക്യൂരിറ്റി പേഴ്സണലിനെതിരെയുള്ള അറ്റാക്ക് 95% കുറഞ്ഞിരിക്കുന്നു. ഇത് കാണുമ്പോൾ അവിടുത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയുള്ള TRFും PAFും ഒക്കെ ഒന്ന് ഭയക്കും. കാരണം അതിന്റെ അർത്ഥം എന്താ? ഇത്രയും നോർമലൈസ് ചെയ്തൊരു സ്ഥലം പോകുന്നുണ്ട്, അതിന്റെ അർത്ഥം അവര് വെൽ ഇന്റഗ്രേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ കാണുമ്പോൾ നാച്ചുറലി ഓർഗനൈസേഷൻസ് ഭയം ഉണ്ടാകും. ISIയുടെ സപ്പോർട്ടോടുകൂടി നാച്ചുറലി ഇത്തരത്തിലുള്ള അറ്റാക്സ് ഉണ്ട്. സോ അവിടെയാണ് ഒരു ലോങ് ടേം സൊല്യൂഷൻ, ഞാൻ പറഞ്ഞ പ്രതിവിധിയിലോട്ട് പോകുന്ന കാര്യം ഇന്ത്യ ചിന്തിക്കേണ്ടത്. അതായത് ഇവരുമായിട്ടുള്ള ടൈസ് എത്രയും പോസിബിൾ ആകുന്ന രീതിയിൽ വേഗത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത്, തെളിവ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത് പാകിസ്ഥാനെ ക്രിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇത് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ച് ഇത് ഡിക്ലൈനിലോട്ട് വന്നാൽ മാത്രമേ സൊല്യൂഷൻ. കാരണം ഇത് വളരുന്ന തോറും ഈ അറ്റാക്സിനുള്ള സാധ്യത കൂടിക്കൊണ്ട്. തീർച്ചയായും ആ ഒരു നീക്കം കൂടി ഇന്ത്യ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. NIAയുടെ അന്വേഷണം ആ തരത്തിലുള്ള പ്രാദേശിക സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഓരോ മണിക്കൂറുകളും പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. ഒരു വശത്ത് അതും, മറുവശത്ത് അതിർത്തിയിൽ സുരക്ഷ സജ്ജമാക്കുകയും സന്നാഹങ്ങൾ സജ്ജമാക്കുകയും ചെയ്യുന്നതിലേക്ക് കടക്കുന്നത്. എന്തായാലും ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യൻ ജനത ഏത് തരത്തിലാണ്, ഏത് മണിക്കൂറിലാണ് അങ്ങനെ ഒരു തിരിച്ചടിയിലേക്ക് രാജ്യം കടക്കുക എന്നുള്ളത്. വളരെയധികം നന്ദി ഡോക്ടർ PJ വിൻസെന്റ്, രാഹുൽ ഈശ്വർ, ഒപ്പം നിർമ്മൽ എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ഇന്ദ്രബാലൻ നമ്പ്യാരും നമുക്കൊപ്പം. പൂർണ്ണമാകുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. നമസ്കാരം.